Hi all, welcome to EduValley. നമ്മൾ ഇന്ന് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് കേട്ടോ. സോ ആദ്യത്തെ ചോദ്യം, when you delete a text box object from a slide in PowerPoint presentation, നമ്മൾ പവർ പോയിന്റ് പ്രസന്റേഷനിൽ നിന്ന് ടെക്സ്റ്റ് ബോക്സ് എന്ത് ചെയ്യാണ്, ഡിലീറ്റ് ചെയ്യാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് പവർ പോയിന്റിന്റെ ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന കേസസ് ആണ്. അപ്പോൾ നമ്മളുടെ സ്ലൈഡിനകത്തേക്ക്, പവർ പോയിന്റിന്റെ ഇൻഡിവിജ്വൽ പേജിനെയാണ് നമ്മൾ സ്ലൈഡ് എന്ന് പറയുക. ആ സ്ലൈഡിനകത്തേക്ക് ഒരു ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്തു. ആ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബോക്സിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, കണ്ടന്റുകൾ എഴുതി. അതിനുശേഷം ആ ടെക്സ്റ്റ് ബോക്സ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്തരത്തിലൊരു ടെക്സ്റ്റ് ബോക്സ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് ബോക്സും അതുപോലെ തന്നെ ആ ടെക്സ്റ്റ് ബോക്സിനകത്തെ കണ്ടന്റും എന്താണ്, ഡിലീറ്റ് ആവും. ക്ലിയർ ആണോ? രണ്ടും ഡിലീറ്റ് ആവും. ഓക്കെ, അത് ഓർത്തിരിക്കുക. അപ്പോൾ ഇതൊരു പ്രാക്ടിക്കൽ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ക്രമത്തിനനുസരിച്ച് യൂട്യൂബിൽ പബ്ലിക്കായിട്ട് അവൈലബിൾ ആവുന്നതാണ് ഈ ടെക്സ്റ്റ് ബോക്സിന്റെ ഈ ഒരു പ്രോപ്പർട്ടി കേട്ടോ. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഫോർ ഫർദർ ഇൻഫർമേഷൻസ് ഒക്കെ അറിയണം എന്നുള്ളവർക്ക്. ഇനി അടുത്തതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് അഡ്വാൻസ് ദ സ്ലൈഡ് ഇൻ എ സ്ലൈഡ് ഷോ വ്യൂ. നമ്മൾ സ്ലൈഡ് ഷോ എടുത്തേക്കാണ്. അതിനകത്തേക്ക് ഓരോ സ്ലൈഡിൽ നിന്ന് പുറകിലേക്ക് മുന്നിലേക്കൊക്കെ പോകുന്നതിന്, ജമ്പ് ചെയ്യുന്നതിനുള്ള ഷോർട്ട് കട്ടുകളും കീകളും ഉണ്ട്. അപ്പോൾ അത്തരത്തില് ഒരു സ്ലൈഡ് അഡ്വാൻസിങ്ങിന് ഉപയോഗിക്കാൻ കഴിയാത്ത കീ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതേതാണ്? എസ്കേപ്പ് കീ ആണ്. എസ്കേപ്പ് കീ സ്ലൈഡ് ഷോയിൽ നിന്ന് പുറത്തു വരാനാണ്, എസ്കേപ്പ് അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ പറയുന്ന സ്പേസ് ബാർ, എൻ്റർ കീ, അതുപോലെ തന്നെ മൗസ് ബട്ടൺ ഒക്കെ നമുക്ക് സ്ലൈഡുകളിൽ നിന്ന് അഡ്വാൻസ് ചെയ്യാനായിട്ട്, അതായത് മുൻപിലേക്കോ പുറകിലേക്കോ പോവാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്തത് നോക്കുക, വാട്ട് ഈസ് ട്രാൻസിഷൻ ഇൻ പവർ പോയിന്റ്. ഒരു പവർ പോയിന്റിനകത്തെ ട്രാൻസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സ്ലൈഡ് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന സ്പെഷ്യൽ എഫക്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത്. ക്ലിയർ? ഒരു പവർ പോയിന്റ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ലൈഡിന്റെ ഇൻട്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന സ്പെഷ്യൽ എഫക്റ്റ് ആണ് എന്നുള്ളത് ഓർക്കുക. അനിമേഷൻസ് ടാബിലാണ് അതുള്ളത് എന്നുള്ളത് കൂടെ ഓർക്കുക. അടുത്തത് നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ടു പ്ലേസ് സെയിം ഗ്രാഫിക് ഇൻ സെയിം പ്ലേസ് ഇൻ ഓൾ സ്ലൈഡ്. അതായത് എല്ലാ സ്ലൈഡിലും ഒരേ സ്ഥലത്ത് ഒരേ ഗ്രാഫിക്സ് വരണം. അതിന് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. നോക്കിയേ, ഹാൻഡ് ഔട്ട്, നോട്ട് മാസ്റ്റർ, സ്ലൈഡ് മാസ്റ്റർ, അതുപോലെ തന്നെ സ്റ്റൈൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു സ്ലൈഡിൽ നമ്മുടെ കയ്യിലൊരു, ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ 4ാമത്തെ സ്ലൈഡാണ് അല്ലേ. 4ാമത്തെ സ്ലൈഡാണ്. ഈ കാര്യങ്ങൾ കണ്ടോ, എനി ക്വസ്റ്റ്യൻസ് യു ക്യാൻ ഫൈൻഡ് മീ അറ്റ്, അതുപോലെ തന്നെ ഇതെന്താണ് എന്നുള്ളത്, ഇതെല്ലാ സ്ലൈഡിലും ഒരേപോലെയുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത് ഒറ്റ സ്ലൈഡിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുകയാണ്. പിന്നെ നമ്മൾ എത്രത്തോളം പുതിയ സ്ലൈഡ് എടുത്തു കഴിഞ്ഞാലും ഈ 2 കാര്യങ്ങൾ ഡീഫോൾട്ട് ആയിട്ട് ഇതിനകത്ത് വന്ന് കിടപ്പുണ്ടാവും. അപ്പോൾ അതേ തരത്തില് എല്ലാ സ്ലൈഡിലും ഒരേ സ്ഥലത്ത് ഒരേ ഗ്രാഫിക്സ് അല്ലെങ്കിൽ ടെക്സ്റ്റ് കൊണ്ടുവയ്ക്കാനായിട്ട് ഏത് വ്യൂ ആണ് ഉപയോഗിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാസ്റ്റർ വ്യൂ ആണ്. ഏത് മാസ്റ്റർ വ്യൂ ആണ്? സ്ലൈഡ് മാസ്റ്റർ വ്യൂ ആണ്. മാസ്റ്റർ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അതൊരു ഡിസൈൻ വ്യൂസ് ആണ്. അതായത് സ്ലൈഡ് ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വ്യൂ ആണ്. നോട്ട് മാസ്റ്റർ ഉണ്ട്, ഹാൻഡ് ഔട്ട് മാസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ സ്ലൈഡ് മാസ്റ്റർ ഉണ്ട്. സ്ലൈഡ് ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് സ്ലൈഡ് മാസ്റ്റർ. നമുക്ക് സ്പീക്കർ നോട്ടുകൾ അവൈലബിൾ ആണ്, അതാണ് നോട്ടിൽ വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സ്പീക്കർ നോട്ടിന്റെ ഡിസൈനിങ്ങും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് നോട്ട്സ് മാസ്റ്റർ വ്യൂ എന്ന് പറയുന്നത്. ഹാൻഡ് ഔട്ട് എന്ന് പറയുന്നത് ഒരൊറ്റ പേപ്പറിൽ തന്നെ 2ലധികം സ്ലൈഡുകൾ കൊണ്ടുവയ്ക്കുന്നതാണ്. അപ്പൊ അത് ഡിസൈൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഹാൻഡ് ഔട്ട് മാസ്റ്റർ വ്യൂ. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ഇൻസേർട്ടഡ് ഇൻ പവർ പോയിന്റ്. എന്തൊക്കെയാണ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുക? മൂവി ക്ലിപ്പ് ഇൻസേർട്ട് ചെയ്യാം, അതുപോലെ തന്നെ സൗണ്ടും ഇൻസേർട്ട് ചെയ്യാം. സോ ബോത്ത് ഓഫ് ദീസ് ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്തത് നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോണ്ട് എഫക്റ്റ് ഈസ് നോട്ട് അവൈലബിൾ ഇൻ പവർ പോയിന്റ് ഫോണ്ട് ഡയലോഗ് ബോക്സ്. ഫോണ്ട് ഡയലോഗ് ബോക്സിനകത്ത് അവൈലബിൾ അല്ലാത്ത കണ്ടന്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. പവർ പോയിന്റിനകത്ത് വേർഡിനേക്കാളും കുറച്ച് ഓപ്ഷൻസേ ഉള്ളൂ. ഏകദേശം ഈ പവർ പോയിന്റിനകത്തെ ഫോണ്ട് എഫക്റ്റ്, എക്സലിനകത്തെ ഫോണ്ട് എഫക്റ്റ്, അതുപോലെ തന്നെ വേർഡിനകത്തെ ഫോണ്ട് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് അടുത്ത ദിവസങ്ങളിൽ തന്നെ അപ്ലോഡ് ആവുന്നുണ്ട്.
അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ സ്ക്രീൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അതിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. വലിയൊരു ലെങ്തി വീഡിയോ ആണ്. ഏതൊക്കെയാണ് ഫോണ്ട് എഫക്റ്റ് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നതാണ്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോണ്ട് എഫക്റ്റ് ഇസ് നോട്ട് അവൈലബിൾ ഇൻ പവർ പോയിന്റ് ഫോണ്ട് ഡയലോഗ് ബോക്സ്? ഫോണ്ട് ഡയലോഗ് ബോക്സിനകത്ത് ഏതിനകത്തെ പവർ പോയിന്റിനകത്തെ ഫോണ്ട് ഡയലോഗ് ബോക്സിനകത്ത് അവൈലബിൾ അല്ലാത്തത് ഏതാണ്? അണ്ടർലൈൻ ആണ്. എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻ. അണ്ടർലൈനെ നമ്മൾ ഫോണ്ട് എഫക്റ്റ് ആയിട്ടോ ഫോണ്ട് സ്റ്റൈൽ ആയിട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ടാണ് ഇവിടെ അണ്ടർലൈൻ വന്നത്. ഇനി അണ്ടർലൈനിന് പകരം വേറെ ഏതെങ്കിലും ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ടും ഈ ഒരു ഫോണ്ട് എഫക്റ്റ് ഓഫ് വേർഡ് എക്സൽ പവർ പോയിന്റ് അങ്ങനെ തന്നെയാണ് ആ ഒരു വീഡിയോ ക്ലാസ് ഉണ്ടാവുക. ഫോണ്ട് എഫക്റ്റ് ഓഫ് വേർഡ് എക്സൽ പവർ പോയിന്റ് ഇങ്ങനെയാണ് വേർഡിന്റെ ആ ഒരു വീഡിയോയുടെ പേരുണ്ടാവുക. അതിൽ കൃത്യമായിട്ട് പറയുന്നതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷുഡ് ബി യൂസ്ഡ് വെൻ യു വാണ്ട് ടു ആഡ് എ സ്ലൈഡ് ടു ആൻ എക്സിസ്റ്റിംഗ് പ്രസന്റേഷൻ? ഓൾറെഡി ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ള ഒരു പ്രസന്റേഷനിലേക്ക് പുതിയ ഒരു സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാനുള്ള വഴികളാണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെയൊക്കെയാ പറഞ്ഞേ? എങ്ങനെയൊക്കെയാ? ഒന്ന് നമുക്ക് സ്ലൈഡ് ന്യൂ സ്ലൈഡ് എന്നുള്ള രീതിയിൽ എടുക്കാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? കൺട്രോൾ എം എടുക്കാം അല്ലെ? സ്ലൈഡ് ന്യൂ സ്ലൈഡ് എന്നുള്ള രീതിയിൽ എടുക്കാം. ഹോം ടാബിനകത്ത് സ്ലൈഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ന്യൂ സ്ലൈഡ് എന്നുള്ള രീതിയിൽ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കൺട്രോൾ എം എടുക്കാം. സോ ബോത്ത് എ ആൻഡ് ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ്. അടുത്തത് നോക്കാം. യു ക്യാൻ ഷോ ദ ഷോർട്ട് കട്ട് ലിസ്റ്റ് ഡ്യൂറിംഗ് ദ സ്ലൈഡ് ഷോ ബൈ റൈറ്റ് ക്ലിക്കിംഗ് ഹെൽപ്പ്, പ്രസിംഗ് F1, ബോത്ത് ഓഫ് ദീസ്, പ്രസിംഗ് F3. അപ്പം നമ്മൾ സ്ലൈഡ് ഷോ എന്ന് പറയുന്നത് ഒരു ഫുൾ സ്ക്രീൻ വ്യൂ ആണ് അല്ലെ? ആ സ്ലൈഡ് ഷോയിൽ നിന്നുകൊണ്ട് നമുക്ക് ആ സ്ലൈഡ് ഷോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഷോർട്ട് കട്ടുകൾ കാണാനായിട്ട് പറ്റും. അതെങ്ങനെയാണ് എടുക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. എങ്ങനെ എടുക്കാം? ഒന്നുകിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഹെൽപ്പിൽ ക്ലിക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? പ്രസിംഗ് F1. അപ്പോൾ ബോത്ത് ഓഫ് ദീസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സ്പെഷ്യൽ എഫക്റ്റ് എന്നുണ്ട്. സ്പെഷ്യൽ എഫക്റ്റ് യൂസ്ഡ് ടു ഇൻട്രൊഡ്യൂസ് എ സ്ലൈഡ് ഇൻ എ പവർ പോയിന്റ് പ്രസന്റേഷൻ ആർ കോൾഡ് എഫക്റ്റ്, ട്രാൻസിഷൻ, അനിമേഷൻ ആൻഡ് ഗട്ടർ. എന്താണ്? ഒരു സ്ലൈഡിന്റെ ഇൻട്രഡക്ഷൻ, ഒരു സ്ലൈഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്പെഷ്യൽ എഫക്റ്റിനെ നമ്മൾ എന്തെന്നാ പറയുന്നത്? കുറച്ചു മുമ്പേ പറഞ്ഞതാണ്. എന്താണ്? ട്രാൻസിഷൻ. ക്ലിയർ. അടുത്തത് നോക്കാം. Which of the following design view is the best when setting same transition effect for all slide in a presentation? ഒരു പ്രസന്റേഷനകത്ത് എല്ലാ സ്ലൈഡിനും ഒരേ ട്രാൻസിഷൻ തന്നെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഏത് വ്യൂ ആണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കുക. എന്താണ്? ഞാൻ കുറച്ചു മുമ്പേ സ്ലൈഡ് മാസ്റ്റർ എന്ന് പറയുന്നത് ഒരു ഡിസൈൻ വ്യൂ ആണെന്ന് പറഞ്ഞു. അതിലൊരു കറക്ഷൻ ഉണ്ട്. സ്ലൈഡ് മാസ്റ്റർ എന്ന് പറയുന്നത് ഡിസൈൻ വ്യൂ അല്ല, മാസ്റ്റർ വ്യൂ ആണ്. നമുക്ക് ഡിസൈൻ വ്യൂസ് 3 ഡിസൈൻ വ്യൂസ് പ്രധാനമായിട്ട് 3 ഉണ്ട്. മാസ്റ്റർ വ്യൂസ് പ്രധാനമായിട്ട് 3 ഉണ്ട്. വേറെ ഡിസൈൻ വ്യൂസ് ഉണ്ട് കേട്ടോ. അപ്പൊ അത് കൃത്യമായിട്ട് ഓർക്കുക. സ്ലൈഡ് മാസ്റ്റർ ഞാൻ ഇവിടെ എഴുതാം. സ്ലൈഡ് മാസ്റ്റർ, ഹാൻഡ് ഔട്ട് മാസ്റ്റർ, നോട്ട്സ് മാസ്റ്റർ, ഇതൊക്കെ എന്താണ്? മാസ്റ്റർ വ്യൂസ് ആണ് എന്നുള്ളത് ഓർക്കുക. അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് എല്ലാ സ്ലൈഡിലും ഒരേപോലെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ വ്യൂ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഡിസൈൻ വ്യൂ ഏതാണെന്ന് ചോദിച്ചതുകൊണ്ട് സ്ലൈഡ് സോർട്ടർ വ്യൂ ആണ് വരിക. മാസ്റ്റർ വ്യൂ ആണ് ചോദിച്ചെന്നുണ്ടെങ്കിലോ സ്ലൈഡ് മാസ്റ്റർ വ്യൂ ആണ് വരിക. ക്ലിയർ? ഡിസൈൻ വ്യൂ ഏതാണെന്നും അതുപോലെ തന്നെ മാസ്റ്റർ വ്യൂ ഏതാണെന്നും എടുത്തു ചോദിക്കാം. ഇവിടെ ഡിസൈൻ വ്യൂവിനെ കുറിച്ചാണ് ചോദിച്ചേക്കുന്നത്. സോ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡിസൈൻ വ്യൂ ഇസ് ഈ ബെസ്റ്റ് വെൻ സെറ്റിംഗ് സെയിം ട്രാൻസിഷൻ എഫക്ട് ഫോർ ഓൾ സ്ലൈഡ്? ഏതാണ്? സ്ലൈഡ് സോർട്ടർ വ്യൂ ആണ്. അപ്പോൾ ഈ ഡിസൈൻ വ്യൂ എന്നുള്ളതിന് പകരം മാസ്റ്റർ വ്യൂ എന്നായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? സ്ലൈഡ് മാസ്റ്റർ വ്യൂ എന്ന ആൻസർ വരുമായിരുന്നു. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ട്രാൻസിഷൻ എഫക്ട്? ട്രാൻസിഷൻ എഫക്ട് അല്ലാത്തത്. ഇത് വളരെ ഡീപ്പ് നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസിഷൻ എഫക്റ്റുകളിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. പക്ഷെ എളുപ്പമാണ് കണ്ടുപിടിക്കാനായിട്ട്, വലിയ പാടൊന്നുമില്ല. അത്യാവശ്യം വായിച്ചാൽ മനസ്സിലാവുന്ന ആളുകൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വലിയ കൺഫ്യൂസിങ് ഫാക്ടർ ഒന്നും അല്ല.
സോ ഇല്ലാത്ത ഫോണ്ട് അല്ലെങ്കിൽ ഇല്ലാത്ത ട്രാൻസിഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ബ്ലൈൻഡ്, ഡയഗണൽ, ഡിസോൾവ്, ഫെയ്ഡ്, അതുപോലെ തന്നെ ബ്ലിൻസ് വെർട്ടിക്കൽ, ബ്ലിൻസ് ഡയഗണൽ, ഡിസോൾവ്, ഫെയ്ഡ് ത്രൂ ബ്ലാക്ക്, ബ്ലിൻസ് വെർട്ടിക്കൽ. ഇതിനകത്ത് ഡയഗണൽ ആയിട്ടുള്ള ബ്ലൈൻഡിങ് ആണ് ഇല്ലാത്തത്. നമുക്ക് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഉണ്ട് എന്നുള്ളത് ഓർക്കാം. ഓക്കെ, ഹൊറിസോണ്ടൽ ബ്ലൈൻഡിങ്ങും വെർട്ടിക്കൽ ബ്ലൈൻഡിങ്ങും ഉണ്ട് നോക്കുക, ഡയഗണൽ ആയിട്ടുള്ളത് ഇല്ല. അപ്പൊ അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് നോക്കുക, ഡാഷ് ക്യാൻ ബി യൂസ്ഡ് ടു ആഡ് ടൈമർ ഇൻ എ സ്ലൈഡ് ഷോ. ഒരു സ്ലൈഡ് ഷോയില് ടൈമർ ആഡ് ചെയ്യുന്നതിനുള്ള ഷോർട്ട് കട്ട് അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു കണ്ടന്റിനെ പറയുന്ന പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? റിഹേഴ്സ് ടൈമിംഗ് ആണ്. റിഹേഴ്സ് ടൈമിംഗ് സെറ്റ് ചെയ്യുന്ന സമയത്ത് സ്ലൈഡ് ഷോയിൽ ഒരു ടൈമർ കൂടെ കാണിക്കുന്നുണ്ടാവും. അപ്പൊ അത് വെച്ചിട്ടാണ് ഒരു സ്ലൈഡ് പ്രസന്റ് ചെയ്യാൻ നമ്മൾ എത്രത്തോളം മിനിറ്റ് എടുക്കുന്നുണ്ട്, സമയം എടുക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ദ മൈക്രോസോഫ്റ്റ് ക്ലിപ്പ് ഗാലറി ഇൻ പവർ പോയിന്റ് അലോ യു ടു ആഡ്. മൈക്രോസോഫ്റ്റിന്റെ ക്ലിപ്പ് ഗാലറി എന്ത് ആഡ് ചെയ്യാനായിട്ടാണ് സഹായിക്കുന്നത്? യെസ്, കറക്റ്റ് ആണ്. ക്ലിപ്പ് ആർട്ട് ഇമേജ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗാലക്സി ഓഫ് പിക്ചേഴ്സ് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻ പവർ പോയിന്റ് ഇസ് നോട്ട് എൻ ഓപ്ഷൻ വെൻ പ്രിന്റിംഗ് ഹാൻഡ് ഔട്ട്. ഹാൻഡ് ഔട്ടുകൾ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് താഴെ പറയുന്നതിനകത്ത് ഏതാണ് ഇല്ലാത്തത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏത് ഓപ്ഷനാണ്? 5 സ്ലൈഡ് പെർ പേജ് എന്നുള്ള ഓപ്ഷനാണ് ഇല്ലാത്തത്. ഹാൻഡ് ഔട്ട് എന്ന് പറയുന്നത് ഒരു പേപ്പറിനകത്ത് എന്താണ് ഒന്നിലധികം ഒരു ഷീറ്റിനകത്ത് തന്നെ അല്ലെങ്കിൽ ഒരു പേപ്പറിനകത്ത് തന്നെ ഒന്നിലധികം സ്ലൈഡ് ഇൻക്ലൂഡ് ആക്കുന്ന രീതിയാണ് ഹാൻഡ് ഔട്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൈക്രോ പ്രിന്റിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എത്ര പേജ് വേണം അല്ലെങ്കിൽ ഒരു പേജിൽ എത്ര സ്ലൈഡ് വേണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 5 സ്ലൈഡ് പെർ പേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ഇല്ലാത്തത്. അടുത്തത് നോക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷുഡ് യു യൂസ് ഇഫ് യു വാണ്ട് ഓൾ ദ സ്ലൈഡ് ഇൻ പ്രസന്റേഷൻ ഹാവ് എ സെയിം ലുക്ക്. നമ്മളുടെ പ്രസന്റേഷനിലെ എല്ലാ കണ്ടന്റിനും ഒരു യുണീക്ക്നെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് ഉപയോഗിക്കുക എന്നാണ് ചോദിച്ചേക്കുന്നത്. ഐദർ നമുക്ക് സ്ലൈഡ് മാസ്റ്റർ വ്യൂ, സ്ലൈഡിനെ ഡിസൈൻ ചെയ്യുന്ന വ്യൂ ആണ് അല്ലെ, അപ്പൊ ആ മാസ്റ്റർ വ്യൂ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ടെംപ്ലേറ്റ് യൂസ് ചെയ്യാം. സോ ബോത്ത് ഓഫ് എബോവ് ആണ് ആൻസർ. ക്ലിയർ? ഒന്നുകിൽ നമുക്ക് മാസ്റ്റർ വ്യൂ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ടെംപ്ലേറ്റ് എടുക്കാം. രണ്ടെടുത്താലും യുണീക്ക്നെസ് കിട്ടുന്നതാണ് അല്ലെ, എല്ലാ സ്ലൈഡിനും ഒരേ യുണീക്ക്നെസ് വരുന്നതാണ്. സോ അതുകൊണ്ടാണ് ബോത്ത് ഓഫ് ദീസ് ആൻസർ ആയിട്ട് വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ദ പവർ പോയിന്റ് വ്യൂ ദാറ്റ് ഓൺലി ഡിസ്പ്ലേസ് ഓൺലി ടെക്സ്റ്റ്. ടെക്സ്റ്റും ബുള്ളറ്റും ആയിട്ട് ടെക്സ്റ്റ് മാത്രം ഡിസ്പ്ലേ ചെയ്യുന്നത് ഏതാണ്? വേർഡിലും പഠിച്ചിട്ടുള്ളതാ. ഏതാണ്? ഔട്ട്ലൈൻ വ്യൂ ആണ്. ടെക്സ്റ്റ് സ്ലൈഡിന്റെ ഗ്രാഫിക്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ബുള്ളറ്റഡ് ടെക്സ്റ്റ് ആയിട്ട് കാണിക്കുന്ന വ്യൂ ആണ് ഔട്ട്ലൈൻ വ്യൂ. അടുത്തത്, വിച്ച് പവർ പോയിന്റ് വ്യൂ വർക്ക്സ് ബെസ്റ്റ് ഫോർ ആഡിങ് സ്ലൈഡ് ട്രാൻസിഷൻ. സ്ലൈഡ് ട്രാൻസിഷൻസ് ആഡ് ചെയ്യാനായിട്ട് താഴെ പറയുന്നതിനകത്ത് ഏതാണ് ബെസ്റ്റ് വ്യൂ? ഈ സെയിം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇത്. PYQs ആണ് നമ്മൾ ചെയ്യുന്നത്. ഏതാണ്? സ്ലൈഡ് സോർട്ടർ വ്യൂ ആണ്. അതൊരു ഡിസൈൻ വ്യൂ ആണ് എന്നുള്ളത് ഓർക്കുക. ഇനി ദ വ്യൂ ദാറ്റ് റെപ്രസെന്റ്സ് മിനിയേച്ചർ റെപ്രസെന്റേഷൻ ഓഫ് സ്ലൈഡ്. ഒരു സ്ലൈഡിന്റെ മിനിയേച്ചർ റെപ്രസെന്റേഷൻസ് ആയിട്ട് കാണിക്കുന്നതാണ് ഏത് വ്യൂ ആണത്? സ്ലൈഡ് സോർട്ടർ വ്യൂവിലാണ്. ഓക്കെ, സ്ലൈഡ് സോർട്ടർ വ്യൂവിലാണ് മിനിയേച്ചർ റെപ്രസെന്റേഷൻസ് ആയിട്ട് കാണാനായിട്ട് പറ്റുക. ഡീഫോൾട്ട് വ്യൂ ഏതാണ്? നോർമൽ വ്യൂ ആണ് എന്നുള്ളത് ഓർക്കാം. ഇനി വിച്ച് ഫയൽ ഫോർമാറ്റ് ക്യാൻ ബി ആഡഡ് ടു എ പവർ പോയിന്റ് പ്രസന്റേഷൻ? ജിഫ് ഫയലുകൾ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ JPG ഫയലുകൾ ആഡ് ചെയ്യാം, വേവ് ഫയലുകൾ ആഡ് ചെയ്യാം. സോ ഓൾ ഓഫ് എബോവ് ആണ്. അനിമേറ്റഡ് ഫയൽസ് ആണ് ജിഫ് ഫയൽസ്, ഇമേജ് ഫയൽസ് ആണ് JPG, ഓഡിയോ ഫയൽസ് ആണ് .wave. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്യാൻ പറ്റും. സോ ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ MS PowerPoint വാട്ട് ഇസ് എ ട്രിഗർ? ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഒരു പഴയ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ പറയാം, നമ്മൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആക്ഷൻ ചെയ്യുമ്പോൾ മാത്രം വർക്ക് ആവുന്ന കുറച്ച് അനിമേഷൻസ് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ അത്തരത്തില് എന്തെങ്കിലും ഒരു ആക്ഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത്, ഒരു ആക്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഡിനോട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ബട്ടണോ കാര്യങ്ങളോ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം ആ ഒരു ആക്ഷൻ പെർഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രിഗർ എന്നുള്ളത് കൊണ്ട്
ഉദ്ദേശിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്യാത്തോളത്തോളം കാലം അതെന്താണ്, ഹിഡൻ ആയിരിക്കും. അപ്പോൾ ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിഗർ ഇസ് എൻ ഐറ്റം ഓൺ ദി സ്ലൈഡ് ദാറ്റ് പെർഫോംസ് എൻ ആക്ഷൻ വെൻ ക്ലിക്ക്ഡ്. ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രം പെർഫോം ചെയ്യുന്ന തരത്തിലുള്ള സ്ലൈഡിനകത്ത് ഒരു കണ്ടന്റ് ആണ് ട്രിഗർ. ഇനി അടുത്തത് നോക്കുക, വാട്ട് ഈസ് ദ മോഷൻ പാത്ത് ഇൻ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. മോഷൻ പാത്ത് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ലൈഡിലെ കണ്ടന്റുകൾ ഏതൊക്കെ തരത്തിൽ മൂവ് ചെയ്യണം എന്നുള്ളത് യൂസറിന് ഡിറ്റർമിൻ ചെയ്ത് കൊടുക്കാം. അപ്പൊ അത്തരത്തില് ഇറ്റ് ഇസ് എ മെത്തേഡ് ഓഫ് മൂവിങ് ഐറ്റംസ് ഓൺ എ സ്ലൈഡ്. ഒരു സ്ലൈഡിനകത്ത് ഐറ്റംസിനെ മൂവ് ചെയ്യുന്ന ഒരു മെത്തേഡായിട്ട് നമുക്ക് എന്തിനെ പറയാം, മോഷൻ പാത്തിനെ പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ഡിഫോൾട്ട് എക്സ്റ്റൻഷൻ ഫോർ പവർ പോയിന്റ് 2007 സ്ലൈഡ് ഷോ. എന്താണ്, 2007 എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് എന്താണ്, PPSX എന്നാണ് പറയുക. ബൈനറി ഫയൽ ഫോർമാറ്റ് ഓഫ് സ്ലൈഡ് ഷോ ആണ് എന്ത്, PPS. ബൈനറി എന്ന് പറയാൻ കാരണം 97 മുതൽ 2003 വരെയുള്ള വേർഷൻസിന്റെ എക്സ്റ്റൻഷനെയാണ് നമ്മൾ ബൈനറി ഫയൽ ഫോർമാറ്റ് ഓഫ് 2007 വേർഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പവർ പോയിന്റ് സ്ലൈഡ് ഷോയുടെ ആണ് ചോദിച്ചേക്കുന്നത്. ഷോ ആയതുകൊണ്ടാണ് PPSX വന്നത്. ഇനി പവർ പോയിന്റ് പ്രസന്റേഷൻ എന്നാണെങ്കിൽ PPTX എന്ന് വന്നേനെ. ഓക്കെ, അത് കൃത്യമായിട്ട് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ഇൻഡിവിജ്വൽ പാർട്ട് ഓഫ് എ പ്രസന്റേഷൻ ഈസ് നോൺ ആസ്. ഒരു പ്രസന്റേഷനകത്തെ ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിനെ നമ്മൾ എന്തെന്നാ പറയുന്നത്, സ്ലൈഡ് എന്നാ പറയുന്നത്. പേജ് എവിടെയാ പറയുന്നത്, വേർഡിനകത്താണ് പറയുക. ഷീറ്റ് എന്ന് പറയുന്നത് നമ്മൾ എക്സലിനകത്താണ്. പവർ പോയിന്റിനകത്ത് നമ്മൾ എന്തെന്നാ പറയുന്നത്, സ്ലൈഡ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ഷോർട്ട് കട്ട് കീ ടു സ്ലൈഡ് ഷോ ഫ്രം ബിഗിനിങ്ങിൽ നിന്ന് സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള ഷോർട്ട് കട്ട് ആണ് F5. പിന്നെന്താണ്, ഫ്രം കറന്റ് സ്ലൈഡ്, എവിടെയാണോ സ്ലൈഡ് സെലക്ട് ആയിട്ടുള്ളത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് F5 ആണ് ഉപയോഗിക്കേണ്ടത്. F1 നമ്മൾ എന്തിനാ ഉപയോഗിക്കുക, സാധാരണഗതിയിൽ ഹെൽപ്പാണ്. മോസ്റ്റ് കോമൺലി F11 എവിടെയാ ഉപയോഗിക്കുന്നത്, ഫുൾ സ്ക്രീൻ ആണ്. ഇത് പവർ പോയിന്റിന്റെ കാര്യമല്ല, കോമൺ ആയിട്ടുള്ള കാര്യമാണ് പറയണത്. F7 എന്താണ്, സ്പെൽ ചെക്ക് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ഡിഫോൾട്ട് വ്യൂ ഓഫ് ദി പവർ പോയിന്റ് 2007. പവർ പോയിന്റ് 2007ന്റെ ഡിഫോൾട്ട് വ്യൂ എന്ന് പറയുന്നത് എന്താണ്, നോർമൽ ആണ്. ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ എഡിറ്റ് ഒക്കെ ചെയ്യുന്നത്. ഇതിന് 2 ഭാഗങ്ങളുണ്ട്, സ്ലൈഡ് ഔട്ട്ലൈൻ എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട് നോർമൽ വ്യൂവിന് എന്നുള്ളത് ഓർക്കുക. സ്ലൈഡ് ഷോ എന്ന് പറയുന്നത് ഫുൾ സ്ക്രീൻ വ്യൂ ആണ്. ഇനി എന്താണ്, സെറ്റ് ഓഫ് സ്ലൈഡ് വിത്തിൻ എ പേജ് അല്ലെ, ഒരു പേജിൽ തന്നെ നിശ്ചിത എമൗണ്ട് ഓഫ് സ്ലൈഡുകൾ ഉൾക്കൊള്ളിക്കുന്നതാണ് ഹാൻഡ് ഔട്ട് വ്യൂ. ഇനി മാസ്റ്റർ വ്യൂ എന്ന് പറയുന്നത് ഡിസൈനിങ് വ്യൂസ് ആയിരിക്കും, ഡിസൈനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഡിസൈനിങ് വ്യൂ, മാസ്റ്റർ വ്യൂ എന്നാണ് നമ്മൾ പറയുക. മാസ്റ്റർ വ്യൂ അതാത് കണ്ടന്റുകൾ എന്താണ് കുറച്ചും കൂടെ എലഗന്റ് ആയിട്ട് എന്താണ് കുറച്ചും കൂടെ യുണീക്നെസ് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും, ഒരുപോലെയുള്ള കണ്ടന്റുകൾ എല്ലാ സ്ലൈഡിലും കോമൺ ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ ഡിഫറെന്റ് കൈൻഡ് ഓഫ് മാസ്റ്റർ വ്യൂ ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ ഓർക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ഡിഫോൾട്ട് നമ്പർ ഓഫ് സ്ലൈഡ്സ് ഇൻ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് 2007. എത്ര സ്ലൈഡ് ഉണ്ട്, 3 സ്ലൈഡാണ് ഉള്ളത്. വേർഡിനകത്ത് എത്ര പേജ് ഉണ്ട്, ഡിഫോൾട്ട് ആയിട്ട് ഒരു കറക്ഷൻ ഉണ്ട്, ഡിഫോൾട്ട് നമ്പർ ഓഫ് സ്ലൈഡ്സ് ഇൻ MS പവർ പോയിന്റ് 2007. പവർ പോയിന്റ് 2007 എത്ര സ്ലൈഡ് ഉണ്ട്, 1 സ്ലൈഡ് ആണുള്ളത്. വേർഡിനകത്ത് എത്ര പേജ് ഉണ്ട്, പേജിന്റെ എണ്ണം എന്ന് പറയുന്നത് 1 ആണ്. എക്സലിനകത്ത് എത്ര ഷീറ്റ് ഉണ്ട്, 3 ഷീറ്റ് ഉണ്ട്. കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. Then അടുത്ത ക്വസ്റ്റ്യൻ, ബോക്സസ് വിത്ത് ഡോട്ടഡ് ഓർ ഹാച്ച് മാർക്ക്ഡ് ഔട്ട്ലൈൻ ദാറ്റ് അപ്പിയർ വെൻ വി ക്രിയേറ്റ് എ ന്യൂ സ്ലൈഡ്. ഒരു ന്യൂ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലത്തെ ഉള്ള ഒരു റെക്ടാങ്കുലർ ഏരിയ കണ്ടിട്ടുണ്ടാവും. ഇതിനകത്ത് ക്ലിക്ക് ഹിയർ ടു ആഡ് ടെക്സ്റ്റ് എന്ന് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള കണ്ടന്റിനെ എന്താണ് പറയുക എന്നാണ് ചോദിച്ചേക്കണേ. അതെന്താണ്, ടെക്സ്റ്റ് പ്ലേസ് ഹോൾഡേഴ്സ് ആണ്. ഓക്കെ, ടെക്സ്റ്റ് പ്ലേസ് ഹോൾഡേഴ്സ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഒരു പ്രസന്റേഷനകത്തെ ഇൻഡിവിജ്വൽ പാർട്ടിനെയാണ് നമ്മൾ സ്ലൈഡ് എന്ന് പറയുന്നത്. ആ സ്ലൈഡിൽ ടെക്സ്റ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഹാച്ച് മാർക്കഡ് ഏരിയാസ് ഉണ്ടാവും. അതിനെയാണ് പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്നത്. ക്ലിയർ. അടുത്തത് നോക്കുക,
ഇൻ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് 2007 ഡിസൈൻ ടാബ് എന്ന് പറയുന്നത് താഴെ പറയുന്നതിനകത്ത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഡിസൈൻ ടാബ് ഒരു കമാൻഡ് ടാബാണ്. ക്ലിയർ ആണല്ലോ. വേർഡിനകത്തും എക്സലിനകത്തും ഇതുപോലെ ഒരു ഡിസൈൻ ടാബ് ഉണ്ട്. ആ ഡിസൈൻ ടാബ് എന്ന് പറയുന്നത് പക്ഷേ എന്താണ്? കോണ്ടെക്സ്ച്വൽ ടാബ് ആണ്. ഓക്കെ, ഇവിടെ എന്താണ്? പക്ഷേ കമാൻഡ് ടാബ് ആണ്. കമാൻഡ് ടാബ് എന്താണ്, ഡിസൈൻ ടാബ് എന്താണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വീഡിയോസിനകത്ത്, ക്ലാസ്സസിനകത്ത്. അത് റെഫർ ചെയ്ത് നോക്കാം കേട്ടോ. ദെൻ ഡീഫോൾട്ട് ഓറിയന്റേഷൻ ഓഫ് പവർ പോയിന്റ് നോട്ട്. പവർ പോയിന്റിന് 2 ഓറിയന്റേഷൻ പ്രധാനമായിട്ടും പഠിക്കണം. പവർ പോയിന്റ് പ്രസന്റ് സ്ലൈഡിന്റെ ഓറിയന്റേഷൻ പഠിക്കണം. അതുപോലെ തന്നെ എന്താണ്? പവർ പോയിന്റ് നോട്ട്സിന്റെ ഓറിയന്റേഷൻ. സ്ലൈഡിന്റെ ഓറിയന്റേഷൻ ഡീഫോൾട്ട് ആയിട്ട് വരുന്നത് ലാൻഡ്സ്കേപ്പ് ആണ്. നോട്ട്സിൻ്റെത് പോർട്രേറ്റ് ആണ് എന്നുള്ളത് ഓർക്കുക. ദെൻ അടുത്തത് നോക്കുക. സോ ഇവിടുത്തെ ആൻസർ വന്നത് എന്താണ്? ഡീഫോൾട്ട് ഓറിയന്റേഷൻ ഓഫ് നോട്ട്സ് പോർട്രേറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മോഷൻ പാത്ത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. മോഷൻ പാത്ത് എന്ന് പറയുന്നത് ഒരു അനിമേഷൻ എഫക്റ്റ് ആണ്. അനിമേഷൻ ടാബിൽ നിന്നാണ് നമുക്ക് എടുക്കാൻ പറ്റുക. ഒരു ഐറ്റം എങ്ങനെ മൂവ് ചെയ്യണം എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണ് എന്നുള്ളത് ഓർക്കുക. സോ ഇന്നത്തെ വീഡിയോക്കകത്ത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കാണ്. സോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഫൈൻ, താങ്ക് യു.